അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ആളുകൾ എപ്പോഴും വിമർശനവുമായി, അതല്ലെങ്കിൽ അതിനെങ്ങനെ പ്രതിരോധിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയോടെ ആ നല്ല ദിനങ്ങളെ ഒന്ന് തരം താഴ്ത്തി കാണണം എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഹാലളുകയാണ്. റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിക്കുമ്പോൾ അത് കാണാൻ പറ്റാത്തവർ, നബിദിന റാലി അത് കാണാൻ പറ്റാത്തവർ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള മദ്ഹുകൾ പാടുന്നത്, പറയുന്നത്, മൗലിദ് ഓതുന്നത് അതൊന്നും കേൾക്കാൻ കഴിയാത്തവർ, അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. എവിടെയും നല്ല കാര്യങ്ങൾ, എവിടെ നല്ലതുണ്ട് അത് എങ്ങനെയെങ്കിലും അതിനെ നല്ലതല്ല, അത് മോശമാണ്, അത് നല്ലതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. ഇവിടെ ഇപ്പോൾ നമുക്ക് റജബ് മാസം വന്നു. വലിയ ബറക്കത്തുള്ള മാസമാണ്. ഈ റജബ് മാസത്തിൻ്റെ 27ാമത്തെ രാവ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അല്ല, ലോകത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ആ കണ്ട ദിവസം റജബ് 27ാമത്തെ രാത്രിയാണല്ലോ. ആ റജബ് 27 ലോകത്ത് ഒരാൾക്കുമില്ലാത്ത അവസരം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് പോലും പ്രവേശനമില്ലാത്തൊരു സ്ഥലത്തേക്ക് ലോകത്ത് ഒരു മനുഷ്യൻ അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുന്നു, അള്ളാഹുമായിട്ട് മുനാജാത്ത് ചെയ്യുന്നു, അള്ളാഹുമായിട്ട് സംസാരിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും അവിടെ നടക്കുകയാണ്. ഇതൊക്കെ നടന്ന ഒരു രാത്രി ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് സന്തോഷമല്ലേ? നമ്മുടെ നേതാവ്, നമ്മുടെ രാജാവാകുന്ന അള്ളാഹുവിനെ കണ്ടുമുട്ടിയ ഒരു ദിവസം, ഒരു രാത്രി എന്ന് പറയുമ്പോൾ ഈമാനുള്ളവർക്ക് അത് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്, എന്തെന്നില്ലാത്തൊരു ആവേശമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല നൽകിയ എത്രയോ മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകളെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് യാത്ര. ഈ യാത്ര പോയ രാത്രിയിൽ ദുആ ചെയ്യുമ്പോൾ, അന്നത്തെ രാത്രിയിൽ അള്ളാഹു തആലാക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുമ്പോൾ അതൊന്നും പറ്റൂല. അന്നത്തെ ദിവസം നോമ്പ് പിടിക്കുമ്പോൾ അതും പറ്റൂല. മഹാന്മാരായ ഫുഖഹാക്കൾ നമ്മോട് വളരെ നല്ല നിലയ്ക്ക് വ്യക്തമാക്കി പറഞ്ഞ ഇസ്രാ മിഅ്റാജിൻ്റെ നോമ്പ്, ആ നോമ്പ് അത് പറ്റൂല. ഇങ്ങനെ പലതും. ആ റജബ് 27ാമത്തെ രാത്രി ഒരല്പം കൂടുതൽ അള്ളാഹുവിലേക്ക് ദിക്ർ ചൊല്ലുന്നു, ദുആ ചെയ്യുന്നു. അതേതായാലും ഒരു പുണ്യമുള്ള ഒരു രാത്രിയായി ലോക മുസ്ലിമീങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ വളരെ നല്ല നിലക്ക് ഒരു പുണ്യമുള്ള രാത്രിയായി കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അന്നത്തെ രാത്രിക്കൊരു പുണ്യമില്ല, അതല്ലെങ്കിൽ അന്നത്തെ പകലിലേക്കൊരു പ്രത്യേകതയില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന, ഇങ്ങനെ പറയുന്ന ചില ആളുകൾ, അതൊരു പുണ്യമുള്ള രാത്രിയല്ലേ? സാധാരണ രാത്രി പോലെ ഒത്തൊരു രാത്രിയാണോ? ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് ഏഴാനാകാശം അതിനേക്കാളും അപ്പുറം പോയി രാജാവാകുന്ന അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് നടത്തി തിരിച്ചു വന്ന ഒരു രാത്രി, അത് നമുക്ക് ഇന്നും വലിയ സന്തോഷത്തോടു കൂടി നാം ഓർക്കുകയും ആ രാത്രിയിൽ, കാരണം നമ്മുടെ നേതാവ് അള്ളാഹുവിനെ കണ്ടൊരു ദിവസമല്ലേ എന്ന നിലയ്ക്ക് നാം അന്നത്തെ ഒരു ദിവസം അള്ളാഹു തആലാക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യുക, കൂടുതൽ ദുആ ചെയ്യുകയാണ്. ആ ഒരു രാത്രിയുടെ ഒരു പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ നേതാവ് അള്ളാഹുവിനെ നേരിട്ട് കണ്ട ഒരു രാത്രിയിൽ ഏതായാലും അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം നമുക്കില്ല ദുനിയാവിൽ. അതുകൊണ്ട് 2 കൈ ഉയർത്തി അള്ളാഹുവിനോട് കൂടുതൽ ദുആ ചെയ്യുകയാണ്. എന്തായാലും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല സ്വീകരിച്ച
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമ്മിലേക്ക് അല്ലാഹു തആല വലിയൊരു സമ്മാനമായി നിസ്കാരത്തെ ഫർളാക്കപ്പെട്ട ആ ഒരു രാത്രിയിൽ അവിടുത്തെ അടിമകളായ നമ്മെ അള്ളാഹു പ്രത്യേകം സ്വീകരിക്കാതിരിക്കുകയില്ല, അഥവാ നമ്മുടെ ദുആ അള്ളാഹ് സ്വീകരിക്കാതിരിക്കുകയില്ല. ആ ഒരു ചിന്തയോടെ നാം നല്ല ഇബാദത്ത് ചെയ്യണം. ആരെന്ത് പറഞ്ഞാലും നമ്മുടെ പൂർവികന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അത്തരം ദിവസങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കും വളർന്നു വരുന്ന തലമുറ ഖിയാമത്ത് നാൾ വരെ ആ നിലക്കുള്ള സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ ആശയാദർശത്തിൽ അടിയുറച്ച് ജീവിച്ച് അവസാനം ഈമാനോടുകൂടി മരിക്കുന്ന നല്ല മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നമ്മയൊക്കെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.